മാപ്പല്ല, കൊന്നു കളയണം. ഈ തീവ്രവാദികളെ തീർത്ത് കളയണം ഭാരതത്തിനോട്. അതന്നെയാണ് നമുക്കൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മളെ കേരളത്തിലെ മെഴുകുതിരി കത്തിക്കുന്നവരവിടെ, ഇന്ന് കശ്മീർ പണ്ഡിറ്റിന് വേണ്ടി വേണ്ടിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഇതൊന്നും കാണുന്നില്ല? ഒരാൾക്കും പ്രതികരിക്കാനില്ലേ? മതേതരക്കാരെവിടെ? ഇന്ന് മതേതരക്കാരവിടെ വഖഫിന്റെ ബില്ല് നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ മാറ്റി പറയിപ്പിക്കുന്നതാണ്. കാരണം തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവര്. കാരണം അവർക്ക് കാഫിർ എന്ന് പറയുന്നത്, അവരുടെ തീവ്രവാദം അംഗീകരിക്കാത്ത എല്ലാ മനുഷ്യരും അവർക്ക് കാഫിറാണ്. കാഫിറിനെ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സിനിമ വരെ മലയാളത്തിൽ നമ്മൾ കണ്ടു. അതിന്റെ അവസാന മെസ്സേജ് മഹാനടന്മാര് പറയുന്നത്, കാഫിറിനെയും ജൂതന്മാരെയും കൊന്നൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. ഈ പറഞ്ഞ ലഷ്കർ ഇ തൊയ്ബ, TRFന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അവർക്കൊന്നും മിണ്ടാട്ടില്ല. മിണ്ടുന്നവർ ഇത് ന്യായീകരണ തൊഴിലാളികളായിട്ട് വരണം. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഭാരത സംസ്കാരം പഠിക്കണമെന്നും ഭാരതത്തിന്റെ ഒരു കൾച്ചറും ഇത് ലോകത്ത് എവിടെയില്ല എന്ന് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് മതമില്ലാത്ത സനാതന ധർമ്മത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലോകോസ്മിൻ ദിവിതോ നിഷ്ഠ പുരാ പ്രോക്ത മയാനഗ്ന ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗീനാം. മഹാത്മാക്കളായുള്ള ആൾക്കാർക്ക് ജ്ഞാനത്തിൽ കൂടി അവർക്ക് ഭഗവാനെ, പരമാത്മാവിനെ നമുക്ക് ശ്രവിക്കാൻ പറ്റും. അല്ലെങ്കിൽ യോഗികളായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് കർമ്മത്തിലൂടെ, കർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെ അതാണ് ഈശ്വരനോടുള്ള നമ്മളെ ഭക്തി എന്നാണ് ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ചാപ്റ്റർ 3 ഭഗവത്ഗീതയിലെ 3-ാമത്തെ ശ്ലോകമാണ്. 3-ാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ ശ്ലോകമാണ് പ്രധാനപ്പെട്ട. കാരണം ഇത് നമുക്ക് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച് അതിനുശേഷം വന്ന ഈ ഭാരതം സ്വീകരിച്ച നയം ഇതുകൊണ്ടൊക്കെയാണ്. കാരണം നമ്മൾ നല്ലതിനെ ശ്രവിക്കാനും എല്ലാരെയും ഒന്നിച്ച് കൂട്ടിപ്പിടിക്കാനും പഠിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആണയിട്ട് പറയുന്നു, ഈ ഭാരതത്തിൽ ജനിച്ച ഭാരതത്തിലെ മുസ്ലിങ്ങളല്ല, ഏത് മതസ്ഥരാണെങ്കിലും ഈ സനാതന ധർമ്മത്തിന്റെ വേരുകളിൽ നിന്ന് വന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഇവരെ പോലെ ആവാൻ പറ്റില്ല. ഓൾ മുസ്ലിംസ്, ഓൾ ക്രിസ്ത്യൻസ് മതം മാറി അധിനിവേശ മതങ്ങൾക്ക് മുമ്പ് കൂടെ പോയവര് നമ്മളെ വേരുകൾ ഹിന്ദുവിൻ്റെതാണെന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് പഠിപ്പിച്ചേ നമ്മുടെ വരും തലമുറയെ നമുക്ക് ഇത് പഠിപ്പിച്ചേ മതിയാവൂ. കാരണം തീവ്രവാദവും പിന്നെ ഡ്രഗ്സും എല്ലാം കൊടുത്ത് മാറ്റിയെടുക്കുന്ന ഒരു ഭാരതത്തിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഇന്നലെ കാശ്മീരിൽ ഇത് സംഭവിക്കുക. 7 ദിവസം മാത്രമായിട്ടുള്ള ഒരു നവവധുവിനെ അവൾ വിധവയാവുകയാണ് നമ്മൾ കാണുന്നത്. ആ കരച്ചിലൊന്നും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. 7-ാം ദിവസം വിധവയാവുന്ന, സ്വന്തം കൺമുമ്പിൽ പോയിന്റ് ബ്ലാങ്കിൽ ഭർത്താവ് മരിക്കുന്നു. ഇതൊന്നും നമ്മളെ ഇന്ത്യ നോക്കിയിരിക്കില്ല. ഭാരതത്തിന്റെ ഭരണാധികാരികൾ അത്ര ശക്തിയുള്ളവരാണ്. തുടങ്ങിക്കഴിഞ്ഞു. ഇവരോടൊക്കെ പറയാനുള്ള ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ബോർഡർ. ഇതന്നെയാ പറയാനുള്ളത്. പിന്നെ വേൾഡ് ബാങ്കുമായിട്ടുള്ള ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി നിർമ്മല സീതാറാം US ഉണ്ടായിരുന്ന സമയമാണ് ഇന്നലെ ഇന്നുമായിട്ട് അവിടെ അവർ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു. കാരണം ഭാരതം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു വിഷയമാണിത്. കാരണം ഇന്ന് വരെ ഇതുപോലെയുള്ള മുമ്പിൽ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബോംബിട്ട് നശിപ്പിക്കാതൊക്കെ ഇതൊക്കെ ഭീകരതയുടെ ഏറ്റവും മൂർച്ചാവസ്ഥയാണ്. രക്തത്തിനെ കൊണ്ട് നമ്മൾക്ക് മതം പറഞ്ഞു തരിക, രക്തം ഉപയോഗിച്ച് മതം പറഞ്ഞു തരിക, കാഫിർ ആരാന്ന് പറഞ്ഞു തരിക, ജാതി ചോദിച്ച് മുണ്ടുപൊക്കുക എന്ന് പറയുന്നത് ശരിക്കും വാസ്തവമായി. ഇതിനെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് മാപ്പല്ല. ഈ ഹെഡിങ്ങിൽ കൊടുത്ത പോലെ മാപ്പുണ്ടോ എന്ന് വെച്ചാൽ മാപ്പല്ല, കൊന്നു കളയണം. ഈ തീവ്രവാദികളെ തീർത്ത് കളയണം ഭാരതത്തിനോട്. അതന്നെയാണ് നമുക്കൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാശത്തൂടെ വരവേൽപ്പോടുകൂടി 42 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിൽ പോയി. ഇവിടെ 42 വർഷമായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല പോവാൻ. ഇത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഐക്യത്തിന് വല്ലാതെ ആക്കം കൂട്ടുന്നു. കാരണം അത് ഈ ജിഹാദികൾക്ക് പേടിയാ. പിന്നെ US വൈസ് പ്രസിഡന്റ് ഇന്ത്യയില് JD വാൻസ്, അദ്ദേഹം ഫാമിലിയൊത്ത് വന്ന് ആംസ്റ്റർഡാമിലാണ് അയാളെ സന്ദർശനം തുടങ്ങിയത് തന്നെ, ഇന്ത്യ കണ്ട് ആഹ്ലാദിക്കുന്ന വേളയിൽ. അപ്പൊ ഇന്ത്യ സൗദി അറേബ്യ ആയിട്ടും US ആയിട്ടും അമേരിക്ക ആയിട്ടുള്ള ഒരു ബന്ധത്തിന് ആക്കം കൂട്ടുന്ന ദിവസങ്ങൾ തന്നെ നമുക്ക് തന്നത്. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത ഇവരുടെ അജണ്ട ആയിരിക്കും. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ അവർ ഇത്ര പെട്ടെന്ന്. പക്ഷെ പ്ലാനിങ് പെട്ടെന്ന് എടുത്തത്, എവിടെ ചെയ്യണം എന്നുള്ളത് പോലും അറിയാതെ ചെയ്തതായതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. കാരണം ഇതായാലേ അവിടെ, കാരണം അവർക്ക് മതം ചോദിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. വേറെ സെക്യൂരിറ്റികളോ ഒന്നുമില്ല. ഹമാസ്
ഇസ്രായേലിൽ കയറി ആക്രമിച്ചില്ലേ ഒരു ദിവസവും? എല്ലാവരും പിന്നെ ഒരു ആഘോഷത്തിൽ ഇരിക്കുമ്പോൾ കയറി കൊന്നു കളഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ ന്യായീകരിക്കാൻ നായികമാര് വരൂ. നമ്മളെ കേരളത്തിലെ മെഴുകുതിരി കത്തിക്കുന്നവരവിടെ. ഇന്ന് കശ്മീർ പണ്ഡിറ്റിന് വേണ്ടി മിണ്ടിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഇതൊന്നും കാണുന്നില്ല? ഒരാൾക്കും പ്രതികരിക്കാനില്ലേ? മതേതരക്കാരെവിടെ? ഇന്ന് മതേതരക്കാരെവിടെ? വഖഫിന്റെ ബില്ല് നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു പിന്നെ സമ്മേളനത്തിൽ മതേതര നേതാവ് വഖഫിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റി പറയുന്ന ദിവസം എന്നാണ്. ഇത്രയും വൃത്തികെട്ട ഒരു വർഗ്ഗങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവാനില്ല. ഇവർക്കൊക്കെ ഉള്ള മറുപടി ഇന്ത്യ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ രാഷ്ട്രമാണ് വലുത്. ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തയ്യാറായ നമ്മളെ പോലെയുള്ളവർ ആണ് ഈ രാജ്യത്തിന്റെ കരുത്തും അത് മുന്നോട്ടും ഉണ്ടാവുന്നുള്ള ഉറക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ നുസ്രത് ജഹാൻ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായി കശ്മീരി ജനത തെരുവിലിറങ്ങുന്ന കാഴ്ച നാം കണ്ടു. പണ്ട് കല്ലുകളുമായി സൈന്യത്തെ നേരിട്ടിരുന്ന ആ കശ്മീരി ജനതയല്ല നമ്മൾ ഇന്ന് കണ്ടത്. പകരം പാകിസ്ഥാൻ മൂർദാബാദ് എന്ന് വിളിക്കുന്ന, പാകിസ്ഥാന്റെ കോലവും പതാകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു ജനത. അതുമാത്രമല്ല, വിനോദസഞ്ചാരികൾക്ക് വന്ന ഈ ദുഃഖത്തിൽ തങ്ങൾ മാപ്പ് ചോദിക്കുന്നു. തങ്ങളുടെ ജീവിതമാർഗം അടയ്ക്കാനാണ് ആ ഭീകരവാദികൾ ശ്രമിച്ചത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ആ കശ്മീരി ജനത. അവരുടെ ഇച്ഛാശക്തി പോലും നമ്മുടെ ഈ കേരളത്തിലെ നേതാക്കൾക്കില്ലല്ലോ എന്നുള്ളതാണ്. അതെ, നമ്മുടെ കേരളത്തിലെ ഒപ്പോസിഷൻ ലീഡേഴ്സ് ലൈക്ക് വി ഡി സതീശൻ, MA ബേബി, മുസ്ലിം ലീഗ്, ഇവരോടൊക്കെ നമ്മൾക്ക് പുച്ഛ മാത്രമേ ഈ ലോകത്തിന് പറയാനുള്ളൂ, നമ്മൾക്ക് മാത്രമല്ല. കാരണം ദേ ആർ ദ പീപ്പിൾ ഹു ടുക്ക് ദ ഡെവിൾസ് ഡീഡ്. മോഹൻലാലിന്റെ നമ്മുടെ എമ്പുരാൻ ഡയലോഗ് തന്നെ എടുക്കാം നമുക്ക്. കാരണം നമ്മൾ പിന്നോട്ട് പോവുകയാണെങ്കിൽ 370 ആർട്ടിക്കിളിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ അത് അറിയാത്ത കുറെ പേരുണ്ടാവും. പുതിയ ജനറേഷൻ വി ഹാവ് ടു കീപ് ഓൺ ടെല്ലിങ്. എന്തിനായിരുന്നു കശ്മീരിന് ഒരു പദവി? ഒരു രാജ്യത്തെ ഒരു സ്റ്റേറ്റിന് മാത്രം പ്രത്യേക പദവി, അവിടെ ഇങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല. പാസ്പോർട്ട് വേണ്ടി ഒരു കാലം ഉണ്ടായിരുന്നു കശ്മീരിലേക്ക് പോവാൻ. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് RSSന് എന്ത് പങ്ക് എന്ന് ചോദിക്കുന്ന ഇവന്മാരോട് നമുക്ക് ചോദിക്കാം. ഈ ഭാഷയിലല്ല ഇവരോടൊന്നും മറുപടി ചോദിക്കേണ്ടേ. ഈ പറയുന്ന കേരളത്തിലെ ജിഹാദികളോട് നമുക്ക് ചോദിക്കാനുള്ളത്. നെഹ്റു മന്ത്രിസഭയിലെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായ ശ്യാമപ്രസാദ് മുഖർജി എന്തിനായിരുന്നു അന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഹിന്ദു ജനസംഘ് ആ ഒരു മഹാസഭ ക്രിയേറ്റ് ചെയ്തതു? അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ഞാൻ പോകൂ, കാരണം അത് എന്റെ രാഷ്ട്രത്തിലെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ബോർഡറിൽ വെച്ച് അറസ്റ്റ് ആക്കിയതു. ഇതൊന്നും ഭാരതം മറന്നിട്ടില്ല. ഭാരതത്തിൽ ഇതൊക്കെ സത്യങ്ങൾ അറിയാവുന്ന എത്രയോ മുസ്ലിങ്ങളും എത്രയോ ഭാരതീയരും ലോകത്തിന്റെ നാനാഭാഗത്തും ഭാരതീയരോട് സ്നേഹവും കടപ്പാടുമുള്ള എത്രയോ പേരുണ്ട്. അപ്പൊ അന്ന് ശ്യാമപ്രസാദ് മുഖർജിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഹാർട്ട് പേഷ്യന്റ് ആയി അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാതെ നെഹ്റുവിന്റെ ബാക്കിയാണ് VD സതീശനൊക്കെ. അവർക്കൊക്കെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലില്ല. അപ്പൊ ഈ മോദിയാണ് അവരുടെ എല്ലാം ശത്രു. ഒരു രാജ്യം ഒറ്റിക്കൊടുക്കുകയാണ് അവരിരുന്നത്. രാജീവ് മണാലി, ഇവിടെ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ബ്ലഡ്, അവരുടെ റൂട്ടും അതാണ് ഈ പ്രതിപക്ഷം, VD സതീശൻ, ബേബി, റോബർട്ട് വദ്ര. കാരണം വയനാട്ടിലെ അമ്മായിന്റെ പുതിയാപ്പിളയാണല്ലോ, അളിയനല്ലേ, കോൺഗ്രസിന്റെ അളിയനല്ലേ. അളിയൻ ഇപ്പൊ പറയണത് എന്താ? മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലാത്തത് കൊണ്ടാണ് ആക്രമണം. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് അളിയന് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യം രാഷ്ട്രീയത്തിൽ വന്നോട്ടെ. ഇന്ത്യ മഹാരാജ്യം ഇന്ന് നെഹ്റു കുടുംബമല്ല ഭരിക്കുന്നത്. നെഹ്റു കുടുംബത്തിൽ നിന്ന് അത് കൈവിട്ടു പോയിട്ടുണ്ട്. കാരണം ചെയ്തു കൂട്ടിയ ആക്രമങ്ങളും കൊലപാതകങ്ങളും സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം തൊട്ടിട്ട് നമുക്കറിയാം എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു ജനത ഇന്ന് ഇവിടെ പിന്നെന്താ പറയാ, ഇന്ന് ലോകം അത് അറിഞ്ഞിരിക്കുന്നു. ആൾക്കാർ, ഇന്ത്യയിലുള്ള എത്രയോ ഏറെ മുസ്ലിങ്ങളും ഇന്ന് രാജ്യസ്നേഹികളാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയം അവരെത്തി. അപ്രൂട്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് അവർ മലപ്പുറം ജില്ലയിലും വേറെ ജില്ലകളിലൊക്കെ ഹമാസിന്റെ മുതലാളിമാരെയും ഈ ലഷ്കർ-ഇ തൊയ്ബയുടെ മുതലാളിമാരെയും ഫോട്ടോ വെച്ചവർക്ക് ഇനി ഈ ആക്രമികളുടെ ഫോട്ടോ വെച്ച് അവർ ജാഥ നടത്തും നാളെ കേരളത്തിൽ. ഇതാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നയതന്ത്രത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ അറിയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭയ്ക്കും പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെയ്തിരിക്കും. എല്ലാവരുടെയും പാസ്പോർട്ട്. പണ്ട് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻജി പറഞ്ഞു അർബൻ നക്സലൈറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയോ പേരിൽ. ആ അർബൻ നക്സലൈറ്റുകളുടെയും യാത്രാ രേഖകൾ ബ്ലോക്ക് ആക്കി കളയണം. ഒരാൾക്കും പാസ്പോർട്ട് അനുവദിക്കരുത്. ഉള്ള പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിടണം. തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യണ നേതാവായാലും രാഷ്ട്രീയക്കാരനായാലും മതവും ജെൻഡറും ഒന്നും നോക്കാതെ, നമ്മളിവിടെ മതവും ജെൻഡറും നോക്കാതെ ഒരിക്കലും ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള അനുവാദം ഈ തീവ്രവാദികൾക്ക് കൊടുക്കരുത്. കാരണം ഈ കാശ്മീരിനെ ഇനി വിഭജിക്കാനും അതേ സംഗതി കേരളത്തിൽ കൊണ്ടുവരാനുമാണ് ഇപ്പൊ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരോടൊക്കെ നമുക്കൊന്നേ പറയാനുള്ളൂ. വീണ്ടും ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാൻ അത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്രാനി ഭവതി ഭാരത അഭ്യുത്നാമം അധർമ്മസ്യ തദാത്മനാ സൃജാമഹ്യം. ഹോ അർജുന, എപ്പോഴൊക്കെ ധർമ്മത്തിന് ക്ഷീണവും പാപത്തിന് വർധനയുണ്ടാവുന്നു അവിടെയെല്ലാം ഞാൻ പ്രത്യക്ഷപ്പെടും, ഞാൻ പുനർജനിക്കുമെന്ന പറഞ്ഞ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളാവട്ടെ ഇന്നത്തെ നരേന്ദ്രമോദി എന്ന് ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും
ഈ മരണപ്പെട്ട 29 ആൾക്കാരെ മുമ്പിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി.